ഇതുപോലെ നിങ്ങൾ എഗ് റൈസ് റെഡിയാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ അതിനേക്കാളും എളുപ്പമാണ്. അപ്പം ഞാനിവിടെ അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളത്തിൽ 2 ബേ ലീഫും 2 ഏലക്കായും 3 ഗ്രാമ്പൂവും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം അരി കഴുകിയത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഉപ്പ് ഇത്തിരി മുന്തി നിൽക്കണം, എന്നാലാണ് ചോറ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചോറിൽ പാകത്തിനുള്ള ഉപ്പ് കിട്ടുന്നത്. ഇനി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി അളന്ന് കഴുകി മാറ്റി വയ്ക്കാം. ഞാനിവിടെ നാഴി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ജീരകശാല അരിയാണ് ഇതിപ്പം ജീരകശാല അരി തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന ഏത് അരി കൊണ്ട് നമുക്ക് ഈ എഗ് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ദാ ഇവിടെ തിളയ്ക്കാറായിട്ടുണ്ട്. ആ കുമ്പളയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് 1 മുറി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് ചോറ് വെന്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ഓയിലും നാരങ്ങാ നീരുമൊക്കെ ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് അരി കഴുകിയത് ചേർത്ത് ഇതേപോലെ ഒന്ന് അടി കൂട്ടി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ചൂട് പാത്രത്തിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി വെച്ചിരുന്ന അരിയല്ലേ. ഇനി അരി ഇട്ടതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും 2-3 തണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചോറ് വെന്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും ചോറിന്. ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഞാനിവിടെ നാഴി അരിയുടെ എഗ് റൈസിന് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കണം. അപ്പം ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം മുട്ട. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം നമുക്ക്. ദാ മുട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലോ നെയ്യോ ചേർക്കണേ. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. 4 അല്ലി വലുതായിരുന്നു, അപ്പോൾ അരിഞ്ഞെടുത്തപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. ഇനി ഈ വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് കളറെല്ലാം മാറിയതിന് ശേഷം മാത്രം പച്ചമുളക് എരിക്ക് ആവശ്യത്തിനുള്ളത് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതും 1 ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയതിലേക്ക് 3 ബീൻസ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്തു. അതിൻ്റെ കൂടെ 1 പിടി ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫ്രൈഡ് റൈസിനും നൂഡിൽസിനൊക്കെ ചേർക്കത്തില്ല, അതേപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിലേക്ക് ക്യാപ്സിക്കം കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മുറി ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തത്. ഇനി അതെല്ലാം ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് അത് നല്ല പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിലേക്ക് പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സാക്കിയതിലേക്ക് നല്ല കുറുകിയ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും. ഇതാ നമ്മുടെ മസാലയെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന ചോറ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് നമ്മുടെ എഗ് റൈസ്? സൂപ്പറല്ലേ?